നമസ്കാരം ഗൈസ്, നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ റോജൻ, SDA ക്ലാസ്സസിന്. ഞാൻ ലാസ്റ്റ് വീഡിയോ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. ടീക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ലിങ്ക് കൊടുക്കാം. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. കാരണം ലാസ്റ്റ് ഞാൻ പറഞ്ഞത് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ്, കമ്പ്യൂട്ടർ എന്താണ്, അത് കഴിഞ്ഞിട്ട് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാം. അതിൻ്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. Software is a set of instructions that tells a computer exactly what to do. Software എന്താണ്? നമ്മുടെ കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിനോട് അത് എക്സാക്ട്ലി പറയും എന്താണ് ചെയ്യേണ്ടതെന്ന്. അതാണ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്താണ്? ഹാർഡ്വെയർ ഈസ് ഫിസിക്കൽ പാർട്സ് കമ്പ്യൂട്ടർ ദാറ്റ് കോസ് പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ. ഹാർഡ്വെയർ എന്താ? നമ്മുടെ ഒരു ഫിസിക്കൽ പാർട്ടാണ്. നമ്മൾ അതിനകത്ത് ഡേറ്റ പ്രോസസ്സിംഗ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ്, സോഫ്റ്റ്വെയർ ക്യാൻ നോട്ട് ബി എക്സിക്യൂട്ടഡ് വിത്തൗട്ട് ഹാർഡ്വെയർ. സെയിം അത് തന്നെയാണ്. ഹാർഡ്വെയർ ക്യാൻ നോട്ട് പെർഫോം എനി ടാസ്ക് വിത്തൗട്ട് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യത്തില്ല, സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ ഹാർഡ്വെയറിനെയും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അത് യൂസ് ചെയ്യണം. ഓക്കെ. തേർഡ്, സോഫ്റ്റ്വെയർ ക്യാൻ നോട്ട് ബി ടച്ച്ഡ്. സോഫ്റ്റ്വെയറിനെ നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയും പവർ പോയിൻ്റ് ഒന്നെടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ടച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം അത് അതിനകത്ത് സോഫ്റ്റ്വെയർ ആണ്, ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ. അതുപോലെയാണ് ഹാർഡ്വെയർ ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ്. വേറെ ഡിഫറൻസ് ആണ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്താണ്? നമുക്ക് ടച്ച് ചെയ്യാനും പറ്റും, നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കീബോർഡ്, മൗസ് ഇതൊക്കെ ചെയ്യത്തില്ല, അത് തന്നെയാണ്. ഫോർത്ത്, സോഫ്റ്റ്വെയർ ഈസ് ഡീബഗ്ഡ് ഇൻ കേസ് ഓഫ് പ്രോബ്ലം. സോഫ്റ്റ്വെയറിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമ്മൾ എന്ത് ചെയ്യും? അതിനെ ശരിയാക്കാൻ നോക്കും. അതാണ് ഡീബഗ്. ഹാർഡ്വെയർ ഈസ് റിപ്പയർ ഇൻ കേസ് ഓഫ് പ്രോബ്ലം. ഇപ്പോൾ ഹാർഡ്വെയറിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ റിപ്പയർ ചെയ്യാൻ നോക്കും. ഓക്കെ. ഫിഫ്ത്ത്, സോഫ്റ്റ്വെയർ ഈസ് റീഇൻസ്റ്റാൾഡ് ഇഫ് ദ പ്രോബ്ലം ഈസ് നോട്ട് സോൾവ്ഡ്. ഇപ്പം നമ്മൾ ആദ്യം ഡീബഗ് ചെയ്തു, സോഫ്റ്റ്വെയറിനെ ആദ്യം ശരിയാക്കാൻ നോക്കി. പക്ഷേ വീണ്ടും ആ പ്രശ്നം വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ റീഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ താഴെ എഴുതി വരാറില്ലേ യുവർ വിൻഡോ കീ ഈസ് നോട്ട് ആക്ടിവേറ്റഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിനെ നമ്മൾ ഡീബഗ് ചെയ്യും, അത് ശരിയാക്കാൻ നോക്കും. അത് പക്ഷേ അത് ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെ റീഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കും സോഫ്റ്റ്വെയറിന്. ഹാർഡ്വെയർ എന്താണ്? ഹാർഡ്വെയർ ഈസ് റീപ്ലേസ്ഡ് ഇഫ് ദ പ്രോബ്ലം ഈസ് നോട്ട് സോൾവ്. ആദ്യം നമ്മൾ ഒരു മൗസ് എടുത്ത് മൗസ് പനലായി, അപ്പോൾ അതിനെ ശരിയാക്കാൻ നോക്കി, അത് പനലായി, ചലിക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനെ റീപ്ലേസ് ചെയ്ത് പുതിയ വരുത്താൻ നോക്കും, കാരണം നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശരിയാവും. നമ്മൾ നെക്സ്റ്റ് നോക്കാം. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്തുവാ? എ പ്രോഗ്രാം ദാറ്റ് ടെൽസ് എ കമ്പ്യൂട്ടർ ഹൗ ടു പെർഫോം എ ടാസ്ക്. പ്രോഗ്രാം അപ്പോൾ പ്രോഗ്രാം എന്താ? ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് പ്രോഗ്രാം. പ്രോഗ്രാമും സോഫ്റ്റ്വെയർ ഇതെല്ലാം സെയിം ആണ്, കൺഫ്യൂഷൻ ആവില്ല. നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻസ്, അത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ചേർന്നാണ് ഒരു പ്രോഗ്രാം ആവുന്നത്. അതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ പറയുന്നത്. ഇപ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷൻസ്? നമ്മളിപ്പോൾ കൊച്ചു കുട്ടിയോട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കാറില്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കത്തില്ല. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ആ കുട്ടി വരയ്ക്കും. അപ്പോൾ അതിനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ ചെയ്യും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ കേട്ട് ആ കുട്ടി അതുപോലെ ചെയ്യും. അപ്പോൾ അതുപോലെയാണ് ഈ പ്രോഗ്രാം. നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രോഗ്രാമൊക്കെ ചേർന്നാണ് ഇതിനെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒത്തിരി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനകത്തുണ്ട്, അത് ചേർന്നാണ് ഈ പ്രോഗ്രാം ഉണ്ടാകുന്നത്. പ്രോഗ്രാം എന്താണ്? ആപ്ലിക്കേഷൻസ്, ആൾസോ നോൺ ആസ് ആപ്ലിക്കേഷൻ. പ്രോഗ്രാമിന് നമ്മൾ വേറെ എന്ത് വിളിക്കാൻ പറ്റും? ആപ്ലിക്കേഷൻ വിളിക്കാൻ പറ്റും. A series of step-by-step instructions that tells the computer precisely what actions to perform. നമ്മളിപ്പോൾ പുതിയ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ ഗൈഡിനകത്ത് പോയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പഠിക്കും. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് യൂസ് ചെയ്യും. അതുപോലെയാണ് ഇതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും കമ്പ്യൂട്ടറിന്. എന്ത് ആക്ഷനാണ് നിങ്ങൾക്ക് ഇനി എടുക്കേണ്ടത്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് പ്രോസസ്സിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് കുറച്ച് ചെറിയ ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതി. ഹാർഡ്വെയർ എന്താ, സോഫ്റ്റ്വെയർ എന്താ, അതിനെക്കുറിച്ച് നമ്മൾ ഡിഫറൻഷിയേഷൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയറിനെ പഠിച്ചു. സോഫ്റ്റ്വെയർ എന്താണ്? കുറച്ച് പ്രോഗ്രാമാണ്, ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അത് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന പോലെ അത് വർക്ക് ചെയ്യും. അത്രയേ ഉള്ളൂ, ചെറിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ബാക്കിയെല്ലാം ടീച്ചേഴ്സ് ഇതുപോലെ ഹിന്ദിയിലാണ് ചെയ്യുന്നത്. ഞാനായിട്ട് ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജിലാണ് കൊണ്ടുവന്നത്, രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോ ഞാൻ ഇനിയും ചെയ്യും മുന്നോട്ട്. ഇതിനെക്കുറിച്ച് മുന്നോട്ട് ഇനിയും വീഡിയോ വരും. അപ്പോൾ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതലും ഷെയർ ചെയ്യുക. അതുവരേക്കും ഞാൻ പോയിട്ട് വരാം. താങ്ക് യു.